നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ ലെസണാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 8 ലെസൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ ലെസൻ്റെ പേരാണ് താപമൊഴുകുന്ന വഴികൾ. 9ാമത്തെ ലെസണാണ്. അപ്പോൾ താപം അഥവാ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എനർജിയാണ് അല്ലേ? അപ്പോൾ താപം ഒരു ഊർജ രൂപമാണ്. ഇനി താപത്തെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? താപപ്രേഷണമെന്ന് വിളിക്കാം. ഇപ്പം നമ്മൾ ഒരു പാത്രം ചൂടായിരിക്കുകയാണ്. ആ ചൂടായിരിക്കുന്ന പാത്രത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? അത് നമുക്ക് ഫീൽ ചെയ്യൂലേ? ആ താപം നമ്മുടെ മേത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? താപപ്രേഷണമെന്ന് പറയാം. അപ്പോൾ താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ നമുക്ക് താപപ്രേഷണം. ഇനി വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചത് ടേബിളിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ വെള്ളത്തിൻ്റെ ചൂട് ആറും. എങ്ങനെ? അറ്റ്മോസ്ഫിയറിലേക്ക് താപം വിടുന്നുണ്ട്, ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഹീറ്റും വാട്ടറിൻ്റെ ഹീറ്റും കുറേ സമയം കഴിയുമ്പോൾ എന്താവും? ഒരേപോലെ ആവും. അപ്പോൾ വെള്ളം തണുക്കും. അപ്പോൾ അതും എന്താണ്? താപപ്രേഷണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് താപപ്രേഷണം എന്ന് പറഞ്ഞാൽ? താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? താപപ്രേഷണമെന്ന് വിളിക്കാം. ഹീറ്റ് ട്രാൻസ്മിഷൻ. ഇനി നമുക്ക് എന്താണ് ചാലനം അഥവാ കണ്ടക്ഷൻ, അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്താണ്, പുവർ കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പം ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമേ നമുക്കറിയാം പദാർത്ഥങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തന്മാത്രകളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഖരവസ്തുക്കളിലെ തന്മാത്രകൾ എങ്ങനെയായിരിക്കും ഇരിക്കുക? തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് തൊട്ട് അടുത്തടുത്തായിട്ടായിരിക്കും അവർ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഹാക്സോ ബ്ലേഡ് എടുക്കാം. ആ ഹാക്സോ ബ്ലേഡിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്, താപം കൊടുക്കുകയാണ്. കുറേ നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഹാക്സോ ബ്ലേഡിൻ്റെ ആ ഒരറ്റത്ത് നമ്മൾ എവിടെയാണോ ഹീറ്റ് കൊടുക്കുന്നത് ആ ഹീറ്റ് കൊടുത്ത ഭാഗത്തുള്ള തന്മാത്രകൾ എന്താവും? ചൂടാവും. എന്നിട്ട് എന്ത് സംഭവിക്കും? തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ പോയി ആ ഹാക്സോ ബ്ലേഡിൻ്റെ അറ്റം വരെ ഹീറ്റ് എത്തുന്നു. അപ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം എന്ത് ചെയ്യാന്ന്? താപം പ്രേഷണം ചെയ്യാണ്. താപപ്രേഷണം അവിടെ നടക്കണം. ഇവിടെ തന്മാത്രകളുടെ സ്ഥാനത്തിന് മാറ്റമുണ്ടോ? ഇല്ല, തന്മാത്രകൾ അവിടെ നിന്ന് മാറുന്നില്ല. പക്ഷേ തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് താപത്തെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, പ്രേഷണം ചെയ്യുകയാണ്. ഇത്തരത്തിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് നമ്മൾ പറയുന്നത് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കണ്ടക്ഷൻ അഥവാ ചാലനം എന്ന് പറയാം. അപ്പം താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഗുഡ് കണ്ടക്ടേഴ്സ് അഥവാ സുചാലകങ്ങൾ? എന്തായിരിക്കും സുചാലകങ്ങൾ? ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? സുചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? താപത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പുവർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എല്ലാ സുചാലകങ്ങളും ഒരേ അളവിലല്ല താപം പ്രേഷണം ചെയ്യുന്നത്. ഓരോ പദാർത്ഥങ്ങളും അല്ലെങ്കിൽ ഓരോ വസ്തുക്കളും ഒരേപോലെ ആയിരിക്കോ താപം കടത്തിവിടുന്നത്? അല്ല. അപ്പം എല്ലാ സുചാലകങ്ങളും ഒരേ അളവിലല്ല താപം പ്രേഷണം ചെയ്യുന്നത്. അടുത്തത് താപപ്രേഷണം ദ്രാവകങ്ങളിൽ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ജലം ചൂടാക്കുമ്പോൾ ജലത്തിന് താപം നൽകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജലം ചൂട് പിടിച്ച് മേലോട്ട് പോകുകയും തണുത്ത ജലം ആ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ചൂട് പിടിച്ച ചില തന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? ജലത്തിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് താപപ്രേഷണം ദ്രാവകങ്ങളിൽ എങ്ങനെയാണ്? നമ്മൾ ജലത്തിന് ചൂട് കൊടുത്തു കഴിയുമ്പോൾ താപം നൽകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജലം ചൂടാവുന്നു. ചൂടായ ജലത്തിന് എന്ത് സംഭവിക്കുന്നു? മേലോട്ട് പോകുന്നു. അതുപോലെ തന്നെ തണുത്ത ജലം പിന്നെ ആ ഭാഗത്തേക്ക് വരുന്നു, പിന്നെ അത് ചൂട് പിടിക്കുന്നു. അപ്പോൾ ഈ ചൂട് പിടിച്ച ചില തന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് ജലത്തിൽ എന്ത് സംഭവിക്കുന്നത്? താപപ്രേഷണം സംഭവിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കൺവെക്ഷൻ അഥവാ സംവഹനം.
അപ്പം എന്തായിരിക്കും സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ സംഭവിക്കുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സംവഹനം എന്ന് പറയുന്നത്. സംവഹനം പ്രധാനമായിട്ടും നടക്കുന്നത് എവിടെയാണ്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമാണ്. ഓക്കെ, അപ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് പ്രധാനമായും സംവഹനം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ ഒരു ഹാക്സോ ബ്ലേഡിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ഹാക്സോ ബ്ലേഡ് എന്താണ്? ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ് അല്ലേ, ഒരു ഖരവസ്തുവാണ്. അതുകൊണ്ട് എന്താണ്, അവിടെ തന്മാത്രകളല്ല, തന്മാത്രകൾ മാറി മാറി പോകുന്നില്ല, തന്മാത്രയിൽ നിന്ന് അടുത്തടുത്ത തന്മാത്രയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് വരാണ്. കാരണം എന്താണ്, തന്മാത്രകളെല്ലാം അടുത്തടുത്താണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിലും ഗ്യാസിലും എന്ത് സംഭവിക്കുന്നു, തന്മാത്രകൾ തമ്മിലുള്ള അകലം ഉണ്ട്. അതുകൊണ്ട് തന്നെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപപ്രേഷണം ചെയ്യുന്നത്. ഇങ്ങനെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് വിളിക്കാം. സംവഹനം, വഹിച്ചുകൊണ്ട് പോകുകയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് റേഡിയേഷൻ അഥവാ വികിരണം. എന്താണ് റേഡിയേഷൻ അഥവാ വികിരണം? അതായത് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വികിരണം എന്ന് വിളിക്കുന്നത്. എന്താണ്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വികിരണം എന്ന് വിളിക്കാം. മിനുസമുള്ള പ്രതലം വികിരണം താപത്തെ പ്രതിപദിപ്പിക്കും. മിനുസമുള്ള പ്രതലം എന്ത് സംഭവിക്കും? വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ചാലനവും സംവഹനവും വികിരണവും? നമുക്ക് ഒന്നിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഹാക്സോ ബ്ലേഡ് ഓർക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? സംവഹനം എവിടെയാണ് നടക്കുന്നത്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സംവഹിക്കുക, സംവഹനം. ഇനി വികിരണത്തിന്റെ കാര്യം എങ്ങനെയാണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തിലേക്ക് എത്തുന്ന രീതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വികിരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളത്തിലേക്ക് നോക്കാം. ഇത് 3 എണ്ണത്തിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ കുറേ നേരം ചൂട് നിൽക്കണം, ചൂടോടുകൂടി ഇരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ചൂടോടുകൂടി നിലനിർത്തണമെങ്കിൽ, അതായത് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ പഠിച്ചത്? ചാലനം, സംവഹനം, വികിരണം എന്നീ രീതികളിലൂടെയാണ് താപം പ്രേഷണം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ 3 കാര്യങ്ങളും, അതായത് ചാലനവും സംവഹനവും വികിരണവും, ഈ 3 രീതികളും എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഹാര പദാർത്ഥത്തിൻ്റെ ചൂട് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഏത്? തെർമൽ ഫ്ലാസ്ക്, തെർമൽ കുക്കർ. എന്താണ്? ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കുറേ നേരം ചൂട് നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഏതൊക്കെ? തെർമൽ ഫ്ലാസ്കും തെർമൽ കുക്കറും. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് താപീയ വികാസം ഖരവസ്തുക്കളിൽ എങ്ങനെയാണെന്നാണ്. അപ്പോൾ താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ചൂട് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ എന്ത് സംഭവിക്കുന്നു? വികസിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സങ്കോചിക്കുന്നു. ഇനി അങ്ങനെയെങ്കിൽ താപീയ വികാസം ദ്രാവകങ്ങളിൽ എങ്ങനെയായിരിക്കും? സെയിം തന്നെയാണ്. താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സങ്കോചിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് താപനില അളക്കുന്നത്? ടെമ്പറേച്ചർ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ താപനില അളക്കുന്നത്? അതായത് ചില ദ്രാവകങ്ങൾക്ക് വികസിക്കാനും സങ്കോചിക്കാനുള്ള കഴിവുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ആദ്യം കാണുന്നത് ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്ററും അപ്പുറത്ത് കാണുന്നത് ഏതാണ്? ലബോറട്ടറി തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ പനിയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന തെർമോമീറ്ററാണ്. ഇനി അപ്പുറത്ത് നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന തെർമോമീറ്ററാണ്. അപ്പം എന്താണ്? ചില ദ്രാവകങ്ങൾക്ക് സങ്കോചിക്കാനും വികസിക്കാനും ഉള്ള കഴിവുണ്ട്. ആ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ ഈ തെർമോമീറ്ററുകൾ വർക്ക് ചെയ്യിക്കുന്നത്. താപീയ വികാസം വാതകങ്ങൾ എങ്ങനെയായിരിക്കും? ഖരത്തിലും ദ്രാവകത്തിലും പോലെ തന്നെയാണ് വാതകങ്ങൾക്കും താപം ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വികസിക്കുന്നു. തണുക്കുമ്പോൾ അത് സങ്കോചിക്കുകയും ചെയ്യുന്നു.
അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കാറ്റിനെ കുറിച്ചിട്ട്. കടൽക്കാറ്റ് എന്താണ്, കരക്കാറ്റ് എന്താണ്. എന്തായിരിക്കും കടൽക്കാറ്റ് എന്ന് പറഞ്ഞത്? അതായത് കരയ്ക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്നത് ഒരേപോലെയാണ് അല്ലേ? സൂര്യൻ്റെ ചൂട് കരയ്ക്ക് ലഭിക്കുന്നതും കടലിൽ ലഭിക്കുന്നതും ഒരേപോലെയാണ്. പക്ഷേ ഈ ചൂട് താപം സ്വീകരിക്കാനുള്ള കഴിവ് വ്യത്യാസമായിരിക്കും. കരയ്ക്ക് പെട്ടെന്ന് ചൂട് പിടിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. എന്നാൽ വെള്ളത്തിന് എന്തായിരിക്കും പ്രത്യേകത? കടൽ ജലത്തിന് പയ്യാണ് ചൂട് പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് സൂര്യൻ്റെ ചൂട് കൊണ്ട് കര എങ്ങനെയാകും? വേഗം ചൂട് പിടിക്കും. എന്നാൽ കടലിലെ ജലത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? സാവധാനത്തിൽ മാത്രമേ ചൂട് പിടിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ കരയുടെ മുകളിലുള്ള വായു ചൂട് പിടിച്ച് വികസിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു? മുകളിലേക്ക് ഉയരുന്നു. ഈ സമയത്ത് എന്ത് സംഭവിക്കും? കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കും. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കടൽ കാറ്റെന്ന് വിളിക്കാം. കടൽ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? കടൽക്കാറ്റ്. ഇനി അങ്ങനെയെങ്കിൽ കരക്കാറ്റ് എന്തായിരിക്കും? അപ്പോൾ രാത്രി എന്ത് സംഭവിക്കും? കര പെട്ടെന്ന് തണുക്കും. കടലിലെ വെള്ളത്തിനോ പെട്ടെന്ന് തണുക്കുക, സാവധാനത്തിലാണ് അത് തണുക്കത്തുള്ളൂ. അപ്പം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കരക്കാറ്റെന്ന് വിളിക്കാം. അപ്പം രാത്രി കാലങ്ങളിൽ കരക്കാറ്റാണ് സംഭവിക്കുന്നത്. പകൽ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? കടൽ കാറ്റാണ് സംഭവിക്കുന്നത്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് ഇത് കടൽ കാറ്റിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കിക്കേ, ഇത് കരക്കാറ്റിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാറ്റിൻ്റെ ദിശ എങ്ങനെയാണെന്ന് നോക്കാം. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് അധികവും ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ്. ഈ പ്രദേശങ്ങളിൽ എങ്ങനെയായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. എന്താണ്? സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നത് അധികവും ഏത് മേഖലയിലാണ്? ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ എന്തായിരിക്കും കൂടുതൽ അനുഭവപ്പെടുക? ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. തെക്കുനിന്നും വടക്കുനിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാണ് കാറ്റ് വീശുന്നത്. എന്താണ്? തെക്കുനിന്നും വടക്കുനിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാണ് കാറ്റ് വീശുന്നത്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. നടുക്കാണ് ഭൂമധ്യരേഖ പോകുന്നത്. അപ്പോൾ അവിടെയാണ് എന്തെന്ന് പറഞ്ഞത് നമ്മൾ? സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അവിടെ എന്ത് മേഖലയായിരിക്കും? ഉഷ്ണമേഖലയായിരിക്കും. ഏറ്റവും മുകളിൽ ശൈത്യമേഖല, ഏറ്റവും താഴെയും ശൈത്യമേഖലയാണ്. ആർട്ടിക് വൃത്തമാണ് താഴെ, അന്റാർട്ടിക് വൃത്തമാണ്. അതിൻ്റെ ഇടയിൽ വരുന്നത് മിതോഷ്ണ മേഖലയുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? സൂര്യപ്രകാശം ഏറ്റവും ലംബമായിട്ട് പതിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശത്താണ്. അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. കാറ്റ് വീശുന്നത് എങ്ങോട്ടാണ്? തെക്ക് നിന്നും വടക്ക് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്കാണ് കാറ്റ് വീശുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൺസൂൺ മഴയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മൺസൂൺ മഴ ഉണ്ടാവുന്നത്? മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്നത്. ഏതൊക്കെ മാസത്തിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നത്? മെയ്, ജൂൺ, ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഉപരിതല വായു ചൂടുപിടിച്ച് വികസിക്കുന്നു. ഈ സമയങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർദ്ദം കൂടിയ ഭാഗങ്ങളിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് ഇന്ത്യയിലേക്ക് വീശുന്നു. ഇതാണ് മൺസൂൺ മഴയ്ക്ക് കാരണമാവുന്നത്. അതുപോലെ തന്നെ വായുവിൽ പെട്ടെന്നുണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ ശക്തമായ കാറ്റിന് കാരണമാകുന്നു. ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് മുതലായ വലിയ നാശനഷ്ടങ്ങളും വരുത്താറുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് ലംബമായിട്ട് പതിക്കുന്നത് ഏത് സമയത്താണ്? മെയ്, ജൂൺ, ജൂലൈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്ത് സംഭവിക്കും? ഉപരിതല വായു ചൂട് പിടിച്ച് വികസിക്കുന്നു. ഈ സമയങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് ഇന്ത്യയിലേക്ക് വീശുന്നു. ഇത് എന്തിന് കാരണമാകുന്നു? മൺസൂൺ മഴയ്ക്ക് കാരണമാകുന്നു. ഈ വായുവിൽ പെട്ടെന്നുണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ കാരണം ശക്തമായ കാറ്റുണ്ടാവുന്നു. ഈ ശക്തമായ കാറ്റ് എന്തിന് വഴിയൊരുക്കുന്നു? ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് മുതലായവ ഉണ്ടാവുന്നു. അതുമൂലം നമുക്ക് വലിയ നാശനഷ്ടങ്ങളും വരുത്താറുണ്ട്.
അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കടൽക്കാറ്റ്, കരക്കാറ്റ്, അതുപോലെ തന്നെ താപനില എങ്ങനെ അളക്കാം, താപീയ വികാസം, ചാലനം, സംവഹനം, വികിരണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ കൂട്ടുകാരൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്